ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ മട്ടൺ ബ്രെയിൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ പേജിൽ ഒരു വർഷം മുൻപ് ഇട്ടിരുന്നു. പക്ഷേ ഇത് വീഡിയോ ആയിട്ട് കാണിക്കാൻ എല്ലാവരും പറഞ്ഞതുകൊണ്ട് ഞാനിന്ന് ഇപ്പോൾ ഉണ്ടാക്കിയപ്പോൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണിക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാനിത് കുറഞ്ഞ അളവിലുള്ള മട്ടൺ ബ്രെയിൻ മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇൻഗ്രീഡിയൻസും വളരെ കുറച്ച് മാത്രം ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. പിന്നെ എല്ലാവർക്കും അറിയാം മട്ടൺ ബ്രെയിൻ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണെന്ന്. അതേപോലെ തന്നെ ഇത് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മളിത് കഴുകിയെടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് കഴുകിയെടുക്കണം. ഇതിലൊരുപാട് അഴുക്കുകളുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ള ഒരു 400 ഗ്രാമിൻ്റെ മട്ടൺ ബ്രെയിനാണ്. ഒരു 5-6 പീസ് മട്ടൺ ബ്രെയിൻ മാത്രം നമുക്കിതിൽ കിട്ടിയിട്ടുള്ള 400 ഗ്രാം എന്ന് പറയുമ്പോൾ വളരെ കുറച്ചുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൽ നിന്ന് ഓരോ പീസും എടുത്തിട്ട് നമ്മൾ ടാപ്പിൻ്റെ അടിയിൽ ഡയറക്റ്റ് വെച്ചിട്ട് നമ്മൾ കഴുകിയെടുക്കണം. അതിനുശേഷം നമ്മളൊരു പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് ഈ തിളച്ച വെള്ളം നമ്മൾ ഈ കഴുകി വെച്ചേക്കുന്ന മട്ടൺ ബ്രെയിനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് കുറേ അഴുക്കുകൾ പോയി കിട്ടും. അപ്പോൾ വെള്ളത്തിൻ്റെ ചൂട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ മട്ടൺ മസാല പൗഡർ ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് മീറ്റ് മസാല വാങ്ങുന്നത് വെച്ചിട്ടും നമുക്ക് ചെയ്യാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി, ഇത് ഞാനിവിടെ പാക്കറ്റിൽ വാങ്ങുന്ന കുരുമുളക് പൊടിയാണ് ഈ സമയത്ത് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. കാരണം നമ്മളിത് ചൂടുവെള്ളത്തിൽ ഇട്ടപ്പോൾ തന്നെ ഒരു ഹാഫ് വെന്തുണ്ടാവും. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നതാണ് കൂടുതൽ ബെറ്റർ. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമ്മളിത് മൂടി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സബോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഒരു 2 സബോള ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കട്ടിംഗ് ബോർഡൊന്നും എടുത്തിട്ടില്ല. അത് നമ്മൾ കയ്യിൽ തന്നെ വെച്ചിട്ട് വേഗം ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. കുറച്ച് സബോളയല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില, ഒരു 4-5 ഗ്രീൻ ചില്ലി, അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി, അത് ഒരു 3/4 കുടം വെളുത്തുള്ളി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ബ്രെയിൻ റോസ്റ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സബോളി മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ സബോള ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വെളുത്തുള്ളി, തൊലി കളഞ്ഞ വെളുത്തുള്ളി നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3/4 കുടം വെളുത്തുള്ളി എടുത്തത് കൊണ്ട് ഞാൻ ആ വെളുത്തുള്ളി ചെറുതായിട്ട് അരിയുന്നില്ല, ചതക്കിനുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ 2 അല്ലി വെളുത്തുള്ളിയൊക്കെ എടുക്കണുള്ളെങ്കിൽ നിങ്ങളത് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇവിടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ബ്രെയിന് മാരിനേറ്റ് ചെയ്ത സമയത്ത് അതിൽ ആവശ്യത്തിന് ഉപ്പ് നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ സബോളയിലേക്ക് കുറച്ച് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൈകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് വഴന്ന് വരുന്ന സമയത്ത് മാത്രം നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ മുളക് പൊടി ആഡ് ചെയ്യാഞ്ഞത് ഈ സബോളയിലും കൂടി കുറച്ചും കൂടി എരിവ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സബോള നന്നായി വഴന്ന് വന്നാൽ നമ്മൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെയിനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 15 ml വെള്ളം അളന്നെടുക്കുകയാണെങ്കിൽ 15 ml വെള്ളം, അല്ലെങ്കിൽ ഒരു 3 ടീസ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഒരു ചെറിയ തീയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിം മതി. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റിൽ വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ തീയിൽ തന്നെ ഒരു 3 മിനിറ്റ് ആ ചൂടിൽ തന്നെ നമുക്ക് വെക്കാം. അപ്പോൾ ഒരു ടോട്ടൽ ഒരു 8 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയായിട്ട് കിട്ടും. ഇത് വളരെ ടേസ്റ്റിയാണ്.
റെഡി ആയതിന് ശേഷം നമുക്ക് ഇതിൽക്ക് എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ വാങ്ങണ കുരുമുളക് പൊടിയാണ് മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഫൈനലി ഞാനിവിടെ ഗ്രൈൻഡറിലിട്ട് പൊടിച്ച മുഴുവൻ കുരുമുളക് ഗ്രൈൻഡറിലിട്ട് പൊടിച്ചിട്ട് ഒരു 1/4 ടീസ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ സ്വാദിഷ്ടമായ മട്ടൺ ബ്രെയിൻ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ കണ്ടതിന് താങ്ക്സ്.